ലോകം ഇപ്പോൾ ഒരു യുദ്ധ ഭീഷണിയുടെ മുഖത്താണ്. അതായത് പശ്ചിമേഷ്യ, ഇറാനും ഇസ്രയേലും തമ്മിൽ ഏത് നിമിഷവും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം. അതൊരു വലിയ യുദ്ധമായി മാറുമോ എന്നാണ് ലോകം ആശങ്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ അനാലിസിസിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്നും ഇന്ത്യക്ക് എന്ത് ലാഭവും നഷ്ടവുമാണ് ഈ ഒരു യുദ്ധമുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇസ്മയിൽ ഹനിയ എന്ന ഹമാസിൻ്റെ പൊളിറ്റിക്കൽ തലവനെ വധിച്ചിരിക്കുന്നു. ഇറാനിലെ അവരുടെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഇസ്രയേൽ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസവും അവരുടെ സൈനിക മേധാവി പറഞ്ഞത് തങ്ങളല്ല ഈ കൊല നടത്തിയതെന്നാണ്. സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളും പറയുന്നത് പോലെ ആയിരിക്കാം ഒരു പക്ഷേ, ഏതായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ മണ്ണിൽ വലിയ സുരക്ഷ ഒരുക്കി അവിടെ എത്തിച്ച ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഈ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടത് ഇറാന് ഒരു വലിയ ഷോക്കായി മാറി. കാരണം ഇറാൻ തിരിച്ചടിക്കും അതിനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. ഖമേനി പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി എന്തായാലും ഇറാൻ നൽകും. അതിനെ എങ്ങനെയാണ് ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരുപക്ഷെ പ്രതിരോധിക്കുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇനി അഥവാ ഇസ്രായേലും തിരിച്ച് ഇറാനും നേർക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ അത് യുദ്ധമായി മാറും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ എല്ലാ കാലവും ചേരിചേരാൻ നയമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ നയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളുടെ പുതിയ നയം അനുസരിച്ച് ഒരു രാജ്യത്തിനുള്ളിൽ കയറി അക്രമം കാട്ടുന്നവരാരായാലും അവരെ അതിർത്തി കടന്ന് അടിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് നമുക്കുള്ളത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1797 പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിൻ്റെ ഭീകരാക്രമണത്തിന് ഇസ്രയേലിനൊപ്പം നിന്ന് ഇസ്രയേലിന് ഇന്ത്യ പിന്തുണ നൽകിയത്. ആദ്യം ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രാജ്യവും ഇന്ത്യയായിരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്ര പാലസ്തീൻ എന്ന ആവശ്യത്തെ ഇന്ത്യ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പോളിസിയാണ് ഇന്ത്യ തുടരുന്നത് കൊണ്ടാകണം ഇറാനിൽ നടന്ന ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് പ്രതികരിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങൾ റഷ്യയും ചൈനയും പാകിസ്ഥാനും തുർക്കിയും ഖത്തറുമൊക്കെയാണ്. ഇന്ത്യ അതിൽ യാതൊരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം ഇന്ത്യയുടെ പഴയ പോളിസി അതുപോലെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളുടെ രാജ്യത്ത് കയറി നമ്മളുടെ പൗരന്മാരെ അറ്റാക്ക് ചെയ്താൽ അവർ എവിടെയായാലും തിരിച്ചടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇസ്രയേലും ഒപ്പം തന്നെ ഇറാനും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം ഈ അടുത്ത സമയത്താണ് ഇറാൻ അവരുടെ ചബാർ തുറമുഖം അടക്കം ഇന്ത്യയെ നോട്ടത്തിന് ഏൽപ്പിക്കുകയും ഇന്ത്യയുടെ അനവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രക്രിയകൾ നമ്മുടെ ഒരുപാട് കമ്പനികളും കോൺട്രാക്ടേഴ്സുമൊക്കെ ഇറാൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. അങ്ങനെ നമ്മൾ അത്തരത്തിലൊരു നീക്കം നടക്കുന്നു. ഈ ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ പ്രധാനമായും കടൽ വഴി ഉള്ള നമ്മുടെ വ്യാപാരത്തെ അത് സാരമായി ബാധിക്കും. രണ്ടാമത് എണ്ണയുടെ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ എണ്ണവില ഉയരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ലാഭകരവുമായിരിക്കും. കാരണം ഇന്ത്യ ഇപ്പോൾ ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധമുണ്ടായാൽ UAE-യിൽ നിന്നടക്കം UAE-യുമായി നമ്മളിപ്പോൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന കരാറുകളൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. UAE-യും റഷ്യയിൽ നിന്നും നമ്മൾ കൂടുതൽ എണ്ണ എടുക്കുകയും അത് സംസ്കരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വലിയ ലാഭം കൊയ്യാൻ കഴിയും. പക്ഷേ ഒപ്പം തന്നെ ലോകത്തിനെ ആകെ പിടിച്ചു കുലുക്കുന്ന സാമ്പത്തിക മാന്ദ്യവും ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റവും എല്ലാം ഇന്ത്യയെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഈ ഒരു യുദ്ധത്തിൽ എടുക്കുവാനുണ്ടാകില്ല. കാരണം ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാണ്. ഈ അവസരത്തിൽ ശ്രദ്ധേയമായൊരു കാര്യം നമ്മുടെ ജമ്മു കാശ്മീർ അതിർത്തിയിലും നടക്കുന്നുണ്ട്. ന്യൂസ് 18 ബ്രേക്ക് ചെയ്യുക, CNN ന്യൂസ് 18 എന്ന മാധ്യമം ബ്രേക്ക് ചെയ്ത വലിയ വാർത്തയും ചിത്രവും അടക്കം അത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് അതിർത്തിക്കപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ 500ഓളം ഭീകരർ അതിർത്തി കടക്കാനായി തമ്പടിച്ചിരിക്കുന്നു. അത് കൃത്യമായി എവിടെയൊക്കെയാണ് എന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ആ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. ആ മാധ്യമം പുറത്തുവിട്ടത് നമ്മുടെ ഇന്ത്യൻ സംവിധാനം നൽകിയ റിപ്പോർട്ടാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2 മാസക്കാലമായി പാകിസ്ഥാൻ അവരുടെ സൈനിക വാഹനങ്ങൾ തന്നെയാണ് ഈ വിദേശ ഭീകരരെ അതിർത്തിയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലോഞ്ചിങ് പാഡുകൾ ഒരുക്കിയിരിക്കുന്നത്. മുമ്പ് ഇതേപോലെ ലോഞ്ചിങ് പാഡ് ഒരുക്കി റെഡിയായിട്ട് നിന്നപ്പോഴാണ് നമ്മൾ ബാലക്കോട്ടിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഇന്ത്യയും അപ്പോൾ അങ്ങനെ ഒരു പോർമുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനിലെ ഈ അധിനിവേശ കാശ്മീരിലടക്കം തമ്പടിച്ചിരിക്കുന്ന ഭീകരന്മാർക്ക് എതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ
കൂടുതലാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്ന ചൈന അതിർത്തി, ആ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ 2020 മുതൽ നമ്മൾ നടത്തുന്ന ചർച്ചകളാണ്. ആ ചർച്ചയിൽ ഏതാണ്ട് ഒരു പരിഹാരം ആയിരിക്കുന്നു. വലിയൊരു വാർത്ത തന്നെയാണ്, ഞങ്ങളടക്കം അത് ചെയ്തിരുന്നു. അങ്ങനെ ചൈനയുമായി ഒരു സന്ധി സംഭാഷണത്തിലൂടെ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നു പ്രധാനപ്പെട്ട അതിർത്തിയിൽ. ഒപ്പം തന്നെ ത്രിപുര അടക്കമുള്ള പശ്ചിമ ബംഗാളിലടക്കമുള്ള ബംഗ്ലാദേശിൻ്റെ അതിർത്തി നാം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഒരു ശക്തമായ തിരിച്ചടി വരുമ്പോൾ ഏതൊരു രാജ്യത്തിനും ഒരിടത്തേക്ക് മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാകിസ്ഥാനിലെ ഈ ഭീകര ക്യാമ്പുകളെ ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ പട്ടാളക്കാരെ വിന്യസിക്കേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ അവിടെ നമ്മൾ ചർച്ചയിലൂടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു. നേരെ മറിച്ച് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നമ്മൾ സെക്യൂരിറ്റി ടൈറ്റ് ആക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ അനവധി ഭീകര സംഘടനകളുണ്ട്. അവർ നുഴഞ്ഞു കയറാനോ ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇല്ലെങ്കിൽ രാജ്യങ്ങളിൽ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ്. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ടു കൂട്ടരോടും സംഘർഷത്തിലേക്ക് പോകരുതെന്ന് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം രണ്ടു കൂട്ടരും ഇന്ത്യയെ സംബന്ധിച്ച് രണ്ട് തരത്തിൽ പ്രിയപ്പെട്ടവരാണ്. ഇസ്രായേൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സൈനികപരമായി പോലും വളരെ അടുത്ത ബന്ധമുള്ളതാണ്. എന്നാൽ ഇറാനിലേക്ക് വരുമ്പോൾ പഴയ ഒരു ബന്ധമാണ്, ഒപ്പം തന്നെ ആ ഒരു ട്രേഡിംഗ് ബന്ധമാണ്. ഇത് ഏത് രാജ്യം യുദ്ധമിട്ടാലും കടലിൽ കൂടുള്ള ട്രേഡിങ്ങുകൾ ഏതാണ്ടൊക്കെ നിലയ്ക്കും, ഇല്ലെങ്കിൽ വളരെ ചുറ്റി കറങ്ങി വരേണ്ടതായി വരും. അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ജനവുമായിരിക്കും. ഏതായാലും യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് തന്നെയാണ് ന്യൂസിനെ നമ്മുടെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.